വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഈ പാടശേഖരത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് അലി അക്ബർ പുതുതായ ഏകദേശം 28 തരം വ്യത്യസ്തങ്ങളായ ബത്തക്ക പിന്നെ വിളവെടുപ്പ് അത് കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തുന്ന ഒരു സന്ദർഭവും സന്തോഷകരമായ സമയവുമാണ്. ഇത് തായ്ലൻഡിൽ നിന്നടക്കമുള്ള സീഡ്സ് വിത്തുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യുകയാണ്. അതവിടെ നിന്ന് വാങ്ങിച്ചിട്ടും വെട്ടിച്ചിട്ടുമൊക്കെ ആയിട്ടാണ് ഇവിടെ കൃഷി നടത്തുന്നത്. വളരെ നല്ല രൂപത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാടേറെ തരങ്ങൾ ഇത് പിന്നെന്താണ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തത് റെഡ് സ്വീറ്റ് എന്ന് പറയുന്ന ഒരു തരം ഉൽപ്പന്നമാണ്. അത് സത്യത്തിൽ കഴിച്ചു നോക്കി ഞാൻ നല്ല മധുരമുണ്ട്. അത് എല്ലാവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ പിന്നെ ഒരു പ്രയാസം, ഞാനിപ്പോൾ കൃഷി ഓഫീസറും കൃഷി ഡയറക്ടറും ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇതിന് കാർഷിക വകുപ്പിൽ നിന്ന് പ്രത്യേക സഹായമൊന്നും നൽകുന്നില്ല. പക്ഷേ നിലവിലുള്ള ഒരു നിയമാവലി അനുസരിച്ച് പാടശേഖരത്തിൻ്റെ ഈ പിന്നെ നിയമം അനുസരിച്ച് 2.5 ഏക്കറിൽ കൃഷി 2 ഏക്കറിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അത് കൂലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം നൽകാമെന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ അടുത്ത കാലങ്ങളിൽ അത് നൽകാൻ ആവശ്യമായ സഹായം കൃഷി വകുപ്പ് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സന്തോഷം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ അത് ഭരണസമിതി അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഭരണസമിതിയും കൂടി ആലോചിച്ച് അതിനാവശ്യമായ സഹായം നൽകുമ്പോൾ ഇത് വ്യാപിപ്പിച്ച് അലി അക്ബറിൻ്റെ ഈ ഒരു കാർഷിക മേഖലകളിലുള്ള ഈ ഉത്സാഹം വർദ്ധിപ്പിച്ച് നാട്ടിന് കൃഷി മേഖലയിൽ ഒരു ഉത്തേജനം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും നല്ല ഒരു കർഷകൻ എന്നുള്ള നിലക്ക് നാടിന് ഒരു വലിയ പിന്നെ പ്രചോദനമാണ്. നാട്ടുകാർക്ക്, ചെറുപ്പക്കാർക്ക്